മക്കളെ, നമ്മൾ ഇക്കായി തീയിലേക്ക് പോവാട്ടോ. ഇക്കായി തീ ഇതൊരു രസകരമായ ഒരു തമാശയാണ്. പേജ് നമ്പർ 51. എല്ലാം ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. നസ്രുദ്ദീൻ മുല്ലയുടെ ഒരു തമാശയാണിതിൽ. एक दावत में मुल्ला नसरुद्दीन दोनों हाथों से खाना खा रहा था. किसी ने टोका, मुल्ला ये क्या कर रहे हो? दोनों हाथों से खा रहे हो? तीसरा हाथ जो नहीं है, मुल्ला ने जवाब दिया. एक दावत में, दावत പറഞ്ഞാൽ എന്താണ്? ഒരു വിരുന്നിൽ, സദ്യക്ക് മുല്ല നസ്രുദ്ദീൻ ദോനോ ഹാത്തോം സെ ഖാന കാ രഹാദ, രണ്ട് കൈകൾ ഉപയോഗിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാന കാ രഹാദ, ഇത് ഭൂതകാലാണ്, എന്നാലും കാ രഹാദ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കിസീനെ ടോക്ക, ആരോ ചോദിച്ചു, മുല്ല ये क्या कर रहा हो? दोनों हाथों से खा रहे हो? മുല്ല ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ട് കൈകൾ കൊണ്ടാണോ കഴിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ മുല്ല പറയാണ്, തീസരാ ഹാത്ത് ജോ നഹീ ഹൈ, മുല്ലാനെ ജവാബ് ദിയ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മൂന്നാമത്തെ കൈ ഇല്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ട് കൈ കൊണ്ട് കഴിക്കണമെന്ന്. അപ്പോൾ അതൊരു വെറുതെ ഒരു ടോക്കാണ് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വായിക്കുക കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിലെ ഈ യൂണിറ്റിലെ ഒരു കഥയാണ് നംഗേ പയർ. വളരെ രസകരമായ, അതേസമയം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു, വളരെ ദുഃഖവും സങ്കടവും ഒക്കെ നമുക്ക് ഒരുമിച്ച് തോന്നുന്നൊരു കഥയാണ് നംഗേ പയർ. നംഗേ പയർ പറഞ്ഞാൽ വെറും കാൽ, നേക്ക് ലെഗ് എന്നർത്ഥം. ശരിക്കും ഇതിൻ്റെ ആപ്റ്റ് മീനിങ് കാലില്ല എന്നാണ്. वेंकटेश माडगुलकर, इसका लिया कहानीकार का नाम वेंकटेश माडगुलकर, पाठ का नाम नंगे पैर. इसका प्रांतिक कहानी है. वेंकटेश माडगुलकर से लिखा हुआ सुंदर कहानी है नंगे पैर. ഞാൻ വായിക്കുക, അതിൻ്റെ കൂടെ നിങ്ങളും വായിക്കണം കേട്ടോ. दोपहर का समय था. बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. बीच हॉल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. शांत माहौल में गीतों के जोर गूंज रहे थे. सामने का बंद फाटक खोलकर पोस्टमैन भीतर आया. आहट की बजरी पर उसकी आहट सुनाई दी. पोस्टमैन की आवाज़ उसके कानों में आई, पर फर्श पर टाके गिरने की आवाज़ सुनाई नहीं दी. बेबी पीछे मुड़ी, संभल कर पलंग से उतरी. फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई. बंद दरवाज़ा खोलने में उसे थोड़ा समय लगा. दरवाजे से बाहर और हाल को पार कर आगे आने में देर लगी. वो दरवाजे पर पहुंची. वहाँ हाथ में टाक लिए पोस्टमैन खड़ा था. फर्श पर टाक फेंककर अभी गया नहीं था. ശ്രദ്ധിക്കുക, ദബഗർ കാ സമയത, ഉച്ച കഴിഞ്ഞ സമയം. ദബഗർ പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർനൂൺ. ഒരു ദിവസത്തിന് 4 യാമങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ യാമം ദബഗർ. बेबी, बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. ഇതിലെ പ്രമുഖ കഥാപാത്രമാണ് ബേബി, പോസ്റ്റ്മാൻ. അത് നമ്മുടെ ബേബി പറയുമ്പോൾ ചെറിയ കുട്ടി. അപ്പനെ പലങ്ക് പർ ബൈട്ടി, തൻ്റെ കട്ടിലിൻ്റെ മുകളിൽ, പലങ്ക് പറഞ്ഞാൽ എന്താണ്? കട്ടിൽ. കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കിടുക്കി സേ ബാഹർ ദേഖ് രഹി ഥി, കിടുക്കി വിൻഡോ, ജനവാതിലൂടെ, ബാഹർ ദേഖ് രഹി ഥി, പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ബീച്ച് ഹാൾ മേം രഖേ റേഡിയോ മേം, അപ്പം ഹാളിൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള റേഡിയോവിൽ 12:30 ബജേക്ക്, 12:30 പറഞ്ഞാൽ എത്രയാണ്? 12:30 മണിക്കുള്ള റെക്കോർഡ് ബജ് രഹേദേ, ഏതോ റെക്കോർഡ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ റേഡിയോയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കേൾക്കുന്നുണ്ടായിരുന്നു. ശാന്ത് മാഹൗൽ മേം, ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, അതായത് സിറ്റുവേഷനിൽ, ഗീതോം കാ സുർ ഗൂഞ്ച് രഹേദ, ആ പാട്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. സുർ പറഞ്ഞാൽ എന്താ? സ്വർ. ഗൂഞ്ച് രഹ പറഞ്ഞാൽ എന്താണ്? മുഴങ്ങുന്നുണ്ടായിരുന്നു. സാമ്നെ കാ ബന്ദ് ഫാടക് കോൽക്കർ പോസ്റ്റ്മാൻ ഭീത്തറായ. സാമ്നെ കാ ബന്ദ് ഫാടക്, മുന്നിലുള്ള ആ വാതിൽ തുറന്നിട്ട്, ഫാടക് കോൽക്കർ, ആ ഗേറ്റ്, ശരിക്കും ഫാടക് പറഞ്ഞ ഗേറ്റ് ആട്ടോ, ആ ഗേറ്റ് തുറന്നിട്ട് പോസ്റ്റ്മാൻ ഭീത്തറായ, പോസ്റ്റ്മാൻ ഉള്ളിലേക്ക് വന്നു. ആഹത്തേക്ക് ബജരി പർ ഉസ്കി ആഹട്ട് സുനായി ദി,
വരുന്ന ആഹത്തേക്ക് ബജ്രി പറഞ്ഞ എന്താ ആ മുറ്റത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന വഴി ആ ഭാഗത്ത് ഉസ്കി ആഹട്ട് സുനായി ദി അയാളുടെ ആഹട്ട് കാലടി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നടന്നു വരുന്ന വഴിയിലൂടെ ഉസ്കി ആഹട്ട് സുനായി ദി അയാളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. पोस्टमैन की आवाज़ उसके कानों में आई पर फर्श पर टाक के गिरने की आवाज़ सुनाई नहीं दी. അല്ലേ? പോസ്റ്റ്മാൻ കി ആവാസ് പോസ്റ്റ്മാൻ്റെ സൗണ്ട് അവളുടെ കാനോമേ ആയി അവളെ കാതിലേക്ക് വരുന്നുണ്ട്. പർ എന്നാൽ ഫർഷു പർ നിലത്തേക്ക് ടാക്കേ ഗിർനേക്ക് അതായത് പോസ്റ്റ് ടാക്ക് പറഞ്ഞാൽ എന്താ പോസ്റ്റ് ടാഗർ എന്ന് പറഞ്ഞാൽ എന്താണ് പോസ്റ്റ് ഓഫീസ് ടാക്കിയ പറഞ്ഞാൽ എന്താണ് പോസ്റ്റ്മാൻ അല്ലേ? ടാക്ക് കെ ഗിർനേക്ക് ആവാസ് ആ ടാക്ക് വീഴുന്ന കത്ത് വീഴുന്ന സൗണ്ട് സുനായി നഹീദി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബേബി പീച്ചേ മുടി ആ പെൺകുട്ടി ആ മോള് പീച്ചേ മുടി ബേക്കോട്ടേക്ക് തിരിഞ്ഞു. പീച്ചേ മുട്ടിന പറഞ്ഞാൽ എന്താണ് ബേക്കോട്ട് നോക്കി. സമ്പൽക്കർ പലക്സെ ഉദരി എന്നിട്ട് ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്തു? പലക്സെ ഉദരി ആ കട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ബിർ പിന്നീട് ബൈസാക്കിയോം കെ സഹാരെ ബൈസാക്കി പറഞ്ഞാൽ എന്താണ് വാക്കിംഗ് സ്റ്റിക്ക് അല്ലേ? നമ്മുടെ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടി ഏക് കദം ഓരോ സ്റ്റെപ്പും നടന്നിട്ട് ഓരോരോ അടി വെച്ചുകൊണ്ട് ദർവാസയത്തക് ആയി വാതിൽ വരെ വന്നു. അപ്പം ആ കുട്ടിക്ക് എന്തോ സുഖമില്ല, കാലിന് സുഖമില്ല. അതുകൊണ്ടാണ് കാലിന് സുഖമില്ല എന്നല്ല, ഒരു കാലില്ല. അതുകൊണ്ട് എന്താണ് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ നടന്നു വരുന്നത്. ബന്ദ് ദർവാസ കോൽനേമേ ഉസേ ദോഡ സമയലക അടച്ചിട്ട വാതിൽ തുറക്കാൻ അവന് കുറച്ച് സമയം വേണ്ടി വന്നു. അവൾക്ക് കുറച്ച് ദോഡ സമയലക കുറച്ച് സമയം വന്നു. दरवाजे से बाहर और हाल को पार कर आगे आने में देर लगी. അങ്ങനെ ദർവാസെ സെ ബാഹർ വാതിലിലൂടെ പുറത്തും പിന്നെ അവിടെ നിന്ന് ഹാളും കഴിഞ്ഞിട്ട് ആകെ ആനേമേം മുന്നോട്ടെത്തുവാൻ ദേർ ലഗി നേരം വഴുകി. വ ദർവാസെ പർ പഹുഞ്ചി അവൾ വാതിൽക്കൽ വരെ എത്തി. വഹാം ഹാത്ത് മേ ടാക്കിലിയെ പോസ്റ്റ്മേൻ ഗഡാദ അവിടെ കയ്യിൽ കത്തും പിടിച്ചുകൊണ്ട് പോസ്റ്റ്മേൻ ഗഡാദ പോസ്റ്റ്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർഷു പർ ടാക്ക് ഫേങ്കർ അബി ഗയാനഹീദ നിലത്തേക്ക് കത്ത് ഫേങ്കർ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നില്ല അല്ലേ? നിലത്തേക്ക് കത്ത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പോയിരുന്നില്ല. മക്കളെ, ഇന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഓരോ പാരഗ്രാഫിൻ്റെ അകത്തുനിന്ന് ഞാൻ എടുക്കുന്നതിന് അടിസ്ഥാനത്തിൽ ഓരോരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് എഴുതിയിട്ട് കാണിക്കണം. അപ്പോൾ ഈ പാഠത്തിൻ്റെ പദ്ധതി ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. പക്ഷേ ഈ പാഠത്തിലെ ഈ പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോവുകയാണെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ क्वेश्चन ആണ് इस पाठ का नाम लेखक का नाम और पंक्ति क्या है? इस पाठ का नाम लेखक का नाम और पंक्ति क्या है? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ बेबी पलंग पर बैठी क्या देख रही थी? बेबी पलंग पर बैठी क्या देख रही थी? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. फाड़ खोलकर अंदर कौन आया? फाड़ खोलकर अंदर कौन आया? അടുത്ത ക്വസ്റ്റ്യൻ
बेबी किसकी सहायता से कदम चलकर दरवाजे तक आई? बेबी किसके सहारे से कदम चलकर दरवाजे तक आई? लास्ट क्वेश्चन, दरवाजे पर वो किसको देखा? दरवाजे पर वो किसको देखा? ഇനി അടുത്ത പാരഗ്രാഫാണ്. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाया. उसने ध्यान दिया कि आज पोस्टमैन दूसरा ही है. सदा का वो दाढ़ी वाला पोस्टमैन नहीं है. बच्चों के से चेहरे वाला यह नया पोस्टमैन है. सीढ़ियों के ऊपर होकर उसने हाथ बढ़ाया. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണല്ലോ. അപ്പോൾ സീഡിയോം കെ ഊപ്പർ ഓക്കർ, ആ സ്റ്റെപ്പിൻ്റെ മുകളിലൂടെ ഉസ്നെ ഹാത്ത് ബഡായ, സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവൾ കൈകൾ നീട്ടി. സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഹാത്ത് ബഡായ, കൈകൾ നീക്കി. ഉസ്നെ ധ്യാൻ ദിയാക്കി, അവൾ ശ്രദ്ധിച്ചു. ആജ് പോസ്റ്റ്മാൻ ദൂസരാഹി ഹേ, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയൊരാൾ, വേറൊരാളാണ്. എന്നുണ്ടാവുന്ന പോസ്റ്റ്മാൻ അല്ല. ആജ് പോസ്റ്റ്മാൻ ദൂസരാഹി ഹേ, ഇന്ന് പോസ്റ്റ്മാൻ വേറൊരാളാണ്. സദാക്കാവോ ദാടി വാല പോസ്റ്റ്മാൻ നഹി ഹേ, സാധാരണ പോലുള്ള, സദാക്ക സാധാരണയുള്ള, ആ ദാടി വാല താടിയുള്ള പോസ്റ്റ്മാൻ അല്ല. ബച്ചോം കേസേ ചെഹരെ വാല യ നയാ പോസ്റ്റ്മാൻ ഹേ, കുട്ടികളുടെ മുഖം പോലെയുള്ള ഒരു പുതിയ പോസ്റ്റ്മാനാണ്. പഴയ താടിയുള്ള പോസ്റ്റ്മാൻ ഒന്നുമില്ല, താടിയൊന്നും ഇല്ലാത്ത കുട്ടികളെ മുഖം പോലുള്ള ചെറിയ ഒരു പോസ്റ്റ്മാനാണ്. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. पहला पोस्टमैन कैसा था, आज का पोस्टमैन कैसा था? पहला पोस्टमैन और आज का पोस्टमैन का अंतर क्या है? അങ്ങനെയും പറയട്ടോ. പഹല और आज के पोस्टमैन का अंतर क्या है? ആദ്യത്തെയും ഇപ്പോഴത്തുമായുള്ള പോസ്റ്റ്മാൻ്റെ വ്യത്യാസം എന്തായിരുന്നു? ഇനി അടുത്ത പാരഗ്രാഫാണ്. उसने एक नज़र बेबी के पैरों की ओर देखा. उसे शायद धक्का सा लगा. उसने टाक बेबी के हाथ में दे दी. बूढ़े पोस्टमैन की तरह इस पोस्टमैन ने उससे कोई बात न की. माँ के हाथ में टाक देकर बेबी पीछे की ओर मुड़ी और बड़ी कुर्सी पर बैठकर बोली, माँ आज का पोस्टमैन नया था. ले उसने एक नസർ ബേബി കെ പൈരോം കി ഓർ ദേക്ക, അയാൾ ഒരു നോട്ടം ആ പെൺകുട്ടികളുടെ കാലിൻ്റെ മുകളിലേക്ക് നോക്കി. ഉസേ ഷായദ് ദക്കാസ ലഗ, അയാൾ ഷോക്കേറ്റ പോലെ ആയിപ്പോയി. ദക്കാസ പറഞ്ഞാൽ എന്താണ്? വല്ലാത്തൊരു ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോൾ. കാരണം എന്താണ്? കാലില്ലത് കുട്ടി പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഞെട്ടിപ്പോയതുപോലെയായി. ഒരു പക്ഷേ അയാൾ കുട്ടി പറയാണ് ഷായദ് ദക്കാസാലക, ഒരു പക്ഷേ അയാൾ ഞെട്ടിപ്പോയിരിക്കാം. ഉസ്നെ ടാക് ബേബിക്ക് ഹാത്ത് ദേ ദി, അയാൾ ഈ പോസ്റ്റ് പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതുവരെ ഞാൻ എടുത്തു. നല്ലതുപോലെ വായിക്കട്ടോ. അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനും എനിക്ക് തരണം കേട്ടോ. ഓക്കെ.